യുഎസിലേക്ക് പോവുകയാണ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിന്റെ ആഘാതത്തിൽ ആടിയുലയുകയാണ് ലോകവിപണി. ചൈനയ്ക്കും അയൽ രാജ്യങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇറക്കുമതി തീരുവ കൂട്ടിയ തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25%, ചൈനയ്ക്ക് 10% ഇറക്കുമതി ചുങ്കമാണ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയത്. യുഎസുമായുള്ള വ്യാപാരത്തിൽ നിന്ന് കാനഡയും മെക്സിക്കോയും അന്യായമായി ലാഭം നേടുന്നുവെന്നും അനധികൃത കുടിയേറ്റത്തിനും മയക്കുമരുന്ന് കടത്തിനും സഹായം ചെയ്യുന്നുവെന്നും ആരോപിച്ചാണ് ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനമെന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത്. അവിടം കൊണ്ട് തീർന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയും നികുതി ചുമത്തുമെന്നുള്ള സൂചനയും ട്രംപ് നൽകുന്നുണ്ട്. അമേരിക്കയുമായി നല്ല നിലയിൽ വ്യാപാര ബന്ധമില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും ട്രംപിന്റെ ഈ നയങ്ങൾക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് കാനഡയുടെയും മെക്സിക്കോയുടെയും തീരുമാനം. ഇറക്കുമതി ചെയ്യുന്ന യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി ചുമത്തുമെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു കഴിഞ്ഞു. അതുപോലെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കാനാണ് ചൈനയുടെ നീക്കം. എന്തായാലും ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല എന്ന് വേണം കരുതാൻ. വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുജീബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നത്. മുജീബ്, ട്രംപിന്റെ ഈ തീരുവ യുദ്ധത്തിന്റെ ആഘാതത്തിലാണ് ലോകവിപണി. താരിഫ് യുദ്ധത്തിലൂടെ എന്താണ് ശരിക്ക് ട്രംപ് ലക്ഷ്യമിടുന്നത്? അങ്ങനെയാണെങ്കിൽ ആരാണ് ബാധിക്കപ്പെടുക? അമൃത, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാമതും ചുമതലയേറ്റ തൊട്ടുടനെ വലിയ തോതിൽ ഒട്ടേറെ ഉത്തരവുകളിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ മെക്സിക്കോ, കാനഡ, ഈ അയൽ രാജ്യങ്ങളായ ഈ രാജ്യങ്ങൾക്കും ചൈനയ്ക്കും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ അമൃത സൂചിപ്പിച്ച പോലെ 25% മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുള്ള തീരുവ 25% ഉയർത്തി. അതോടൊപ്പം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവയും ഏർപ്പെടുത്തി. ഇത് ഏകപക്ഷീയമായി ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു തിട്ടൂരം ഇറക്കുന്നതിന് പകരം അതിന് അതേ നാണയത്തിലുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ മെക്സിക്കോയും കാനഡയും ഇതിൽ അതേ നാണയത്തിൽ തന്നെ, അതായത് 25% തീരുവ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അതോടുകൂടി അമേരിക്കയും അത് ബാധിക്കുന്ന ഒരു നിലയിലെത്തി. ഇതിപ്പോൾ ഒരു ലോക തലത്തിൽ തന്നെ ഒരു താരിഫ് യുദ്ധം, ഒരു ട്രേഡ് വാറായിട്ട്, അതായത് ഒരു വ്യാപാര യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി യൂറോപ്യൻ യൂണിയനെതിരെയും ട്രംപിൻ്റെ നീക്കങ്ങൾ വരുന്നു. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ തങ്ങളുമായി നല്ല നിലയിലല്ലാത്ത രാജ്യങ്ങൾ സൂക്ഷിക്കണം എന്ന നിലയിൽ 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയനെ അത് ബാധിക്കുമെന്നുള്ള, അല്ലെങ്കിൽ അവർക്ക് കൂടി തീരുവ ചുമത്തുമെന്നുള്ളൊരു സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ ശക്തമായ അതേ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ്. അതായത് ഈ തീരുവ ഏകപക്ഷീയമായി അങ്ങനെ നടപ്പിലാക്കി മുന്നോട്ട് പോകാമെന്ന് കരുതണ്ട എന്ന ഈ ഡൊണാൾഡ് ട്രംപിന് ഒരു സൂചന കൂടി യൂറോപ്യൻ യൂണിയൻ. മുജീബ്, ഒരു സംശയം ചോദിക്കട്ടെ. ഈ പറഞ്ഞതുപോലെ മെക്സിക്കോയും കാനഡയും തിരിച്ചും ചുങ്കം ചുമത്തുന്നുണ്ട്. അതുപോലെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്ന് ചൈനയെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ നയത്തിൽ നിന്ന് പിന്മാറാൻ ഇതുകൊണ്ടൊന്നും ട്രംപ് തീരുമാനിക്കില്ലല്ലോ. തീർച്ചയായും ഇത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടുന്ന കാര്യമാണ്. ഏതായിരുന്നാലും ഈ ജസ്റ്റിൻ ട്രൂഡോ, ആദ്യമായി ഇതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ കാര്യം അമേരിക്കയെ കാര്യമായി തന്നെ ബാധിക്കും. കാരണം 15,500 കോടി ഡോളറിൻ്റെ ഇറക്കുമതിയാണ് US-ൽ നിന്ന് മെക്സിക്കോ ചെയ്യുന്നത്. ഇതിന് ഒരു ചുങ്കം ഏർപ്പെടുത്തുകയാണെങ്കിൽ, തീരുവ ഏർപ്പെടുത്തുകയാണെങ്കിൽ, 25% ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയ തോതിൽ അമേരിക്കയെയും ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അമേരിക്കക്കാർക്ക് വിലവർധന പോലുള്ള കാര്യങ്ങൾ അവരെ ബാധിക്കുകയില്ല, മറ്റു രാജ്യങ്ങളെ ആയിരിക്കും ഇത് ബാധിക്കുക എന്നതായിരുന്നു നേരത്തെ ട്രംപ് അവരെ ബോധ്യപ്പെടുത്തിയിരുന്നത്. എന്നാൽ അതങ്ങനെയല്ല. അമേരിക്കയിലും അവശ്യ വസ്തുക്കളുടെ വില കൂടുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ മെക്സിക്കോയിൽ നിന്ന്, തൊട്ടയൽ രാജ്യമായ മെക്സിക്കോയിൽ നിന്ന് പഴങ്ങളും പച്ചക്കറികളുമൊക്കെ, സ്ട്രോബെറി ഉൾപ്പെടെ, തക്കാളി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ധാരാളമായിട്ട് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നല്ലൊരു ശതമാനവും അവരുടെ ഉൽപ്പാദനത്തിൽ അമേരിക്കയിലേക്കാണ് അവർ ഇറക്കുമതി ചെയ്യുന്നത്. ഈ ഇത്തരം സാധനങ്ങളുടെ, അവശ്യ വസ്തുക്കളുടെ വില കൂടുമെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ മാംസം, ധാന്യം എല്ലാം കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയും വില കൂടും. അമേരിക്കയിലുള്ള ആളുകളെയും അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അത് അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് അകത്തു നിന്ന് തന്നെ ഈ പറയുന്നത് പോലെ വലിയ പ്രതിഷേധങ്ങൾ ട്രംപിന്റെ ഈ നയങ്ങൾക്കെതിരെ നമുക്ക് വരും സമയങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കാണേണ്ടി വരില്ലേ?
തീർച്ചയായും ഇത് ആഗോളതലത്തിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അത് ഇത് എത്രമാത്രം അമേരിക്കൻ ജനതയെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെയും എത്രമാത്രം അത് ബാധിക്കുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും ആ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവുക. ഏതായിരുന്നാലും ഈ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം എടുത്ത ഈ ഒരു തീരുമാനമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. വളരെ വിവാദപരമായ ചില തീരുമാനങ്ങളും അല്ലെങ്കിൽ വളരെ നിർണായകമായ ചില ഉത്തരവുകളിലുമെല്ലാം ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഈ ഒരു തരത്തിലുള്ള തീരുവ യുദ്ധം എന്ന തലത്തിലേക്ക് അത് മാറുന്നതോടുകൂടി ലോകവ്യാപകമായി തന്നെ അതിന് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലോക വിപണിയെ അത് ബാധിക്കുന്നു എന്നുള്ളത്. ലോക വിപണിയിൽ തന്നെ കറൻസിയുടെ മൂല്യങ്ങളെ അത് ബാധിക്കുന്നു. ഓഹരി വിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. കറൻസിയുടെ മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് മറ്റ് പല രാജ്യങ്ങളുടെയും കറൻസികൾക്കൊപ്പം ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഇടിഞ്ഞിരിക്കുന്നു. 67 പൈസയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് 87.29 പൈസ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വിനിമയ നിരക്കിലാണിപ്പോൾ ഇന്ത്യൻ രൂപ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് യുവാൻ്റെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. ഇന്തോനേഷ്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ വോൺ എന്നിവയുടെയൊക്കെയും മൂല്യം ഇടിഞ്ഞിരിക്കുന്നു. മറ്റു പല രാജ്യങ്ങളുടെയും കറൻസികളെ അത് ബാധിച്ചിരിക്കുന്നു. ഓഹരി വിപണിയെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ലോകത്ത് ഈ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാനഡയുടെയും മെക്സിക്കോയുടെയും വഴിയിൽ അമേരിക്കയ്ക്കും എതിരെയും കനത്ത തരത്തിലുള്ള അതേ നാണയത്തിൽ തന്നെയുള്ള തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടുകൂടി ഇത് വലിയ തരത്തിലുള്ള ഒരു ക്രൈസിസായി, ഒരു പ്രതിസന്ധിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുജീബ്, ഇന്ന് തന്നെ ഈ കറൻസി വിനിമയമൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപ റെക്കോർഡ് തകർച്ചയിലാണുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിലും കൂപ്പുകുത്തുന്നത് കാണേണ്ടി വരുമെന്നാണോ? വെള്ളിയാഴ്ചയിൽ ഈ വിനിമയം അവസാനിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ 67 പൈസയുടെ കുറവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം 82.29 ആയിരുന്നു ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത്. അത് ആദ്യം 82 രൂപ എന്നതിലേക്ക് 88 രൂപ എന്നതിലേക്ക് എത്തി. 29 പൈസ വീണ്ടും ഇടിഞ്ഞു. ആ തരത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിനിമയ നിരക്കിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് ഇനിയും വരും ദിവസങ്ങളിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ത്യൻ രൂപയിലും മറ്റ് കറൻസികളിലുമെല്ലാം കാണാനുള്ള സാധ്യതയാണുള്ളത്. അത് ലോകവ്യാപകമായി തന്നെ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് അമേരിക്കയെയും കാര്യമായി തന്നെ ബാധിക്കും. ഇന്നിപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നു. പക്ഷേ ആ സംസാരം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സൂചന. കാരണം അദ്ദേഹം ഇനി ഒരിക്കൽ കൂടി ജസ്റ്റിൻ ട്രൂഡോയുമായി സംസാരിക്കാനിരിക്കുന്നു എന്നാണ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ശരി, മുജീബ് റഹ്മാനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഈ കൂട്ടിയ ചുങ്കം നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നുണ്ട് മെക്സിക്കോയും കാനഡയുമെങ്കിലും ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.